കുന്നംകുളം എസ്.എൻ. കോളേജ് സുവർണ ജൂബിലി ഫണ്ട് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളിയുടെ അപ്പീലിൽ സുപ്രീം കോടതി വിശദവാദം കേൾക്കും. അപ്പീൽ കോടതി ഫയലിൽ സ്വീകരിച്ചു. വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, വിവരങ്ങൾ. 1998-99 കൊല്ലം എസ്.എൻ. കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണത്തിന്റെ 55 ലക്ഷം രൂപ എസ്.എൻ. ട്രസ്റ്റിലേക്ക് സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ വിശദമായ വാദം കേൾക്കുവാൻ വേണ്ടി സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കൊല്ലം ക്രൈംബ്രാഞ്ച് കേസന്വേഷണം പൂർത്തിയാക്കി 2020 കുറ്റപത്രം ഫയൽ ചെയ്തിരുന്നു. എന്നാൽ ഈ കേസിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ വിചാരണ നേരിടണമെന്നായിരുന്നു കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ഈ കേസിൽ നേരത്തെ ഈ എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ജസ്റ്റിസ് ഋഷികേശ് റോയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിരുന്നത്. പരിഗണിച്ചപ്പോൾ തന്നെ കോടതി ഈ കേസിൽ വിശദമായ വാദം കേൾക്കുമെന്ന് വ്യക്തമാക്കി. അതായത് വിശദമായ വാദം കേൾക്കുവാനായി ഈ കേസ് മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിൽ അതിലെ നടപടികൾക്ക് ശേഷമായിരിക്കും ഈ വിചാരണ ഉൾപ്പെടെയുള്ള, അതായത് വിചാരണ ആവശ്യമാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുടർ തീരുമാനമുണ്ടാകുക. ഏതായാലും നിലവിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ ഉത്തരവ് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ആശ്വാസമെന്നാണ് കരുതപ്പെടുന്നത്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.